ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ ആരംഭിച്ചു. ഈ മാസം 15-ന് മുൻപ് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് എങ്ങനെയാകണം എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച ചെയ്ത് തീരുമാനിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ, എന്തൊക്കെ നടപടികളിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇന്നലെ SBIയുടെ ഭാഗത്ത് നിന്ന് വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഈ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കാനാണ് തയ്യാറെടുക്കുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശം 15-ാം തീയതിക്ക് മുൻപ് ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ്. ഈ വിവരങ്ങൾ എങ്ങനെ പ്രസിദ്ധീകരിക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇപ്പോഴും രൂപപ്പെട്ടിട്ടില്ല. ഒരു പ്രത്യേക വെബ്സൈറ്റ് തന്നെ ഇതിന് വേണമോ എന്നത് ഉൾപ്പെടെയുള്ള ചർച്ചകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നടത്തുന്നുണ്ട്. അഥവാ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ, നിലവിലുള്ള വെബ്സൈറ്റിൽ തന്നെ ഒരു ഭാഗമായി പ്രസിദ്ധീകരിച്ചാൽ മതിയോ എന്ന ഒരു ആലോചനയും ഉണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഈ വെബ്സൈറ്റിനുള്ളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മാറ്റം വരുത്തുന്നത് ഇപ്പോഴത്തെ ഘട്ടത്തിൽ അത് ഉചിതമല്ല എന്ന അഭിപ്രായമാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേക വെബ്സൈറ്റ് എന്നൊരു ആശയം സ്വീകരിക്കാനായിട്ട് ഇടയുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ധാരണ ഇന്ന് തന്നെ രൂപപ്പെടുത്തും. അതിനുശേഷമായിരിക്കും ഈ നടപടികളിലേക്ക് കടക്കുന്നത്. തീർച്ചയായിട്ടും നാളെ വൈകിട്ടോടുകൂടി അഥവാ തിങ്കളാഴ്ച രാവിലെ തന്നെ ഈ വിവരങ്ങൾ ലഭ്യമായി തുടങ്ങുന്ന വിധത്തിലേക്കായിരിക്കും നടപടികൾ ഉണ്ടാവുക. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്.